നമസ്കാരം. യൂറോപ്പ് മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. ഗവൺമെന്റ് മുന്നോട്ട് വെച്ച പുതിയ കരാർ സ്വീകരിച്ച് ഇംഗ്ലണ്ടിലെ റെസിഡന്റ് ഡോക്ടർമാർ പണിമുടക്കുകൾ അവസാനിപ്പിച്ചു. NHSന് £1 ബില്യൺ നഷ്ടം വരുത്തിവെച്ച സമരങ്ങൾക്കാണ് അവസാനമാകുന്നത്. ഈ മാസം ആദ്യമാണ് പ്രഖ്യാപിച്ച സമരം അവസാന നിമിഷം നിർത്തിവെച്ച് ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ ഓഫർ അംഗങ്ങളുടെ പരിഗണനയ്ക്കായി സമർപ്പിച്ചത്. 2016 റെസിഡന്റ് ഡോക്ടർ കോൺട്രാക്ട് നിബന്ധനകൾ പ്രാദേശികമായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഡോക്ടർമാർക്ക് ബാധകമാക്കുകയും ശരാശരി 6.6% ശമ്പള വർധനവുമാണ് പാക്കേജിൽ ഉൾപ്പെടുന്നത്. കൂടാതെ അടുത്ത 3 വർഷക്കാലത്ത് 4500 അധിക സ്പെഷ്യാലിറ്റി ട്രെയിനിംഗ് സീറ്റുകൾ ലഭ്യമാക്കാനും പദ്ധതി വാഗ്ദാനം ചെയ്യുന്നു. ഈ കരാർ സ്വീകരിക്കപ്പെട്ടതോടെ 4 വർഷത്തിനിടെ റെസിഡന്റ് ഡോക്ടർമാരുടെ ശമ്പളം 35.2% വർദ്ധിച്ചതായി ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി. നഷ്ടപ്പെട്ട വരുമാനം തിരിച്ചുപിടിക്കുന്നതിന്റെ പാതയിൽ തുടരാൻ നിലവിലെ ഓഫർ പര്യാപ്തമാണെന്ന് അംഗങ്ങൾ തീരുമാനിച്ചതായി BMA റെസിഡന്റ് ഡോക്ടർ കമ്മിറ്റി ചെയർ ഡോക്ടർ ജാക്ക് ഫ്ലെച്ചർ പറഞ്ഞു. NHSൽ ആവശ്യത്തിന് തൊഴിലവസരങ്ങൾ ഇല്ലെന്ന പ്രശ്നം പരിഹരിക്കാനും കരാർ ഉപകരിക്കും. അതിനാൽ സമരങ്ങൾ അവസാനിപ്പിക്കുകയാണ് ഡോക്ടർ ഫ്ലെച്ചർ വ്യക്തമാക്കി. 2023 മാർച്ച് 13 തുടങ്ങിയതാണ് റെസിഡന്റ് ഡോക്ടർമാരുടെ സമരങ്ങൾ. ഇത് അവസാനിപ്പിക്കാൻ 2024 ജൂലൈയിൽ അന്നത്തെ ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ് സ്ട്രീറ്റിംഗ് 22% ശമ്പള വർധന അനുവദിച്ചെങ്കിലും പണിമുടക്ക് വീണ്ടും തുടങ്ങുകയായിരുന്നു. ഏതായാലും തുടർ സമരങ്ങൾക്കൊടുവിൽ പണിമുടക്ക് അവസാനിച്ചിരിക്കുകയാണ്. കയ്യടികളും ആർപ്പുവിളികളുമായി കാണികൾ ഒന്നിച്ച ആവേശത്തോടെ ഒരു ആഘോഷമാക്കി റോവേഴ്സ് എക്സിറ്റർ വടംവലി മത്സരം. കളിക്കളത്തിൽ ആവേശം തീർത്ത് സ്റ്റോക്ക് ലയൺസ് വാരിയേഴ്സ് ഒന്നാമതായി. പൊരുതിയെങ്കിലും വൂസ്റ്റേഴ്സ് തെമ്മാഡീസിന് 2ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. കൊമ്പൻസ് കാറ്റൻബറി 3ാം സ്ഥാനത്തും ഹെറേഫോർഡ് അച്ചായൻസ് 4ാം സ്ഥാനത്തും സ്റ്റോക്ക് ലയൺസ് ചാമ്പ്യൻസ് 5ാം സ്ഥാനത്തുമായി. ചലഞ്ചേഴ്സ് സാലിസ്ബറിയും ഓക്സ്ഫോർഡ് കാർഡിനൽസും റോവേഴ്സ് എക്സിറ്റുമെല്ലാം പൊരുതിയെങ്കിലും വിജയിക്കാനായില്ല. ഞായറാഴ്ച എക്സിറ്റിൽ നടന്ന മത്സരത്തിൽ കൗൺസിലർമാരായ ഹെൻറി മാസിയും ആൻവിൻ വെളിയത്തും ചീഫ് ഗസ്റ്റ് ആയിരുന്നു. 10 ടീമുകൾ മത്സരിച്ച വാശിയേറിയ മത്സരത്തിൽ വിജയിച്ച സ്റ്റോക്ക് ലയൺസ് വാരിയേഴ്സിന് കൗൺസിൽ ട്രോഫി സമ്മാനിച്ചു. 2ാം സമ്മാനം നേടിയ വൂസ്റ്റേഴ്സ് തെമ്മാഡീസിന് ഇൻഫിനിറ്റി മോർഗേജ് ഡയറക്ടർ ജെഗി ജോസഫ് ട്രോഫി സമ്മാനിച്ചു. റോവർ എക്സിറ്റർ ടഗ് ഓഫ് വാർ ടീമിന്റെ ക്യാപ്റ്റൻ നിഖിലിന്റെ നേതൃത്വത്തിലായിരുന്നു വടംവലി മത്സരം ഒരുക്കിയത്. UK കാറ്ററിംഗ് രംഗത്തെ പ്രശസ്തരായ മട്ടാഞ്ചേരി കിച്ചണും പ്രമുഖ മോർഗേജ് അഡ്വൈസിംഗ് സ്ഥാപനമായ ഇൻഫിനിറ്റി മോർഗേജും മത്സരത്തിന്റെ മുഖ്യ സ്പോൺസർമാരായിരുന്നു. ഹലോ, എക്സിറ്റിലെ എല്ലാ കായിക പ്രേമികൾക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. ഇന്നിവിടെ ഒരു കോമ്പറ്റീഷൻ, ഇത്ര നല്ലൊരു കോമ്പറ്റീഷൻ അറേഞ്ച് ചെയ്യുകയും എല്ലാം നല്ല ഓർഗനൈസോടുകൂടി ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത നിങ്ങളെല്ലാവരും പ്രത്യേകം നന്ദി പറയുന്നു. വാശിയുള്ള മത്സരത്തിൽ മാറ്റിവെക്കുന്നു ടീം അച്ചായൻസ്, ടീം ഓക്സ്ഫോർഡ്. ടീം തെമ്മാഡീസ് ready, അച്ചായൻസ് ready, take it up.
കെയിലെ പ്രമുഖ അസോസിയേഷനായ ഗ്ലോസ്റ്റർഷെയർ മലയാളി അസോസിയേഷൻ ചെൽട്ടൻഹാം യൂണിറ്റിന് ഇനി പുതിയ നേതൃത്വം. ജെയ്സൺ വർഗീസ് പ്രസിഡന്റായും സുബിൻ ടോമി സെക്രട്ടറിയായും സന്തോഷ് ലൂക്കോസ് ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു. വൈസ് പ്രസിഡന്റായി നിതിൻ പോൾ, ജോയിന്റ് സെക്രട്ടറിയായി ഷോൺ ജോ, ജോയിന്റ് ട്രഷററായി മെജോ ജോസഫ് എന്നിവരും ചുമതലയേറ്റു. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട അങ്കമാലി സ്വദേശി ജെയ്സൺ വർഗീസ് 2 പതിറ്റാണ്ടിലേറെയായി UK-യിൽ താമസിക്കുന്നു. 2025-26 കമ്മിറ്റി ജോയിന്റ് ട്രഷററായും 2023 GMA ചെൽട്ടൻഹാം യൂണിറ്റിന്റെ ട്രഷററായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സെക്രട്ടറിയായ കോട്ടയം സ്വദേശി സുബിൻ ടോമി 15 വർഷത്തിലേറെയായി UK-യിലാണ് താമസം. GMA ചെൽട്ടൻഹാം യൂണിറ്റിൽ 2 തവണ ട്രഷററായും 1 തവണ ജോയിന്റ് ട്രഷററായും പ്രവർത്തിച്ച അനുഭവ സമ്പത്തുമായാണ് സെക്രട്ടറി സ്ഥാനത്ത് എത്തുന്നത്. ട്രഷററായി തെരഞ്ഞെടുക്കപ്പെട്ട സന്തോഷ് ലൂക്കോസ് കോട്ടയം സ്വദേശിയാണ്. 20 വർഷത്തിലേറെയായി UK-യിലുള്ള അദ്ദേഹം GMA-യുടെ മുഖ്യ സംഘടനയിലും ചെൽട്ടൻഹാം യൂണിറ്റിലും വിവിധ പ്രധാന ഭാരവാഹിത്വങ്ങൾ വഹിച്ചിട്ടുള്ള വ്യക്തിയാണ്. തൃശൂർ സ്വദേശിയായ നിതിൻ പോൾ വൈസ് പ്രസിഡന്റായി തുടരും. കഴിഞ്ഞ 2025-26 കമ്മിറ്റിയിലും ഇതേ ചുമതല വഹിച്ചിരുന്ന നിതിൻ കഴിഞ്ഞ 5 വർഷമായി UK-യിൽ താമസിച്ചു വരികയാണ്. ജോയിന്റ് സെക്രട്ടറിയായി ഷോൺ ആദ്യമായാണ് ഭാരവാഹിത്വം ഏറ്റെടുക്കുന്നത്. കോട്ടയം സ്വദേശിയായ അദ്ദേഹം UK-യിലെ ആരോഗ്യ സേവന മേഖലയിൽ ജോലി ചെയ്യുന്നു. കമ്മിറ്റിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഭാരവാഹികളിൽ ഒരാളാണ് ഷോൺ. അങ്കമാലി സ്വദേശിയായ മെജോ ജോസ് ജോയിന്റ് ട്രഷററായി തെരഞ്ഞെടുക്കപ്പെട്ടു. കായിക രംഗത്ത് സജീവ സാന്നിധ്യമായ മെജോ യോഗ്യത നേടിയ ഫുട്ബോൾ റഫറിയാണ്. സമൂഹത്തിലെ കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം നൽകിക്കൊണ്ട് കായിക വികസനത്തിനും അദ്ദേഹം നേതൃത്വം നൽകുന്നുണ്ട്. സുരക്ഷിതമെന്ന് കരുതുന്ന ഒരു വീട്ടിൽ പങ്കാളിയുടെ പീഡനങ്ങൾക്ക് ഇരയായി കൊല്ലപ്പെടുകയെന്നത് ഏറ്റവും വലിയ ദുരന്തമാണ്. ഇംഗ്ലണ്ടിലും വെയിൽസിലും ഇനി ഇത്തരം ഗാർഹിക പീഡന കൊലകൾ അരങ്ങേറിയാൽ 10 വർഷം കൂടുതൽ ശിക്ഷയാണ് വിധിക്കുക. നിലവിലെ പങ്കാളിയോ മുൻ പങ്കാളിയോ ഗാർഹിക പീഡനത്തിൽ കൊല്ലപ്പെട്ടാൽ കുറ്റവാളികൾക്ക് 25 വർഷം മിനിമം അകത്ത് കിടക്കേണ്ടി വരുമെന്നാണ് ജസ്റ്റിസ് സെക്രട്ടറി ഡേവിഡ് ലാമിയുടെ പ്രഖ്യാപനം. ഗാർഹിക പീഡന കൊലപാതകങ്ങളിൽ മിനിമം ശിക്ഷയിൽ മാറ്റം വരണമെന്ന് ആവശ്യപ്പെട്ട് 7 വർഷക്കാലമായി ഇരകളുടെ അമ്മമാർ നടത്തിവരുന്ന സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് ജസ്റ്റിസ് സെക്രട്ടറി ശിക്ഷ വർദ്ധിപ്പിച്ചത്. കൊല്ലാനുള്ള ഉദ്ദേശത്തോടെ ആയുധം എടുത്തിട്ടുണ്ടെങ്കിൽ 25 വർഷത്തെ ശിക്ഷ ലഭിക്കുന്നുണ്ട്. എന്നാൽ ഗാർഹിക കൊലപാതകങ്ങളിൽ 15 വർഷമാണ് ചുരുങ്ങിയ ശിക്ഷ. വീട്ടിലേക്ക് പുറമേ നിന്നും ആയുധം എടുക്കുന്നില്ല എന്നതാണ് ഇതിന് കാരണം. കാലങ്ങളായി ക്രൂരത കാണിക്കുന്ന പങ്കാളിയുടെ കൈകളിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കാൻ നിയമം പരാജയപ്പെട്ടതായി ഉപപ്രധാനമന്ത്രി കൂടിയായ ഡേവിഡ് ലാമി പറഞ്ഞു. പുരുഷന്മാരുടെ ജീവനൊപ്പം സ്ത്രീയുടെ ജീവനും മൂല്യമുണ്ടെന്ന ഒടുവിൽ തിരിച്ചറിഞ്ഞതിന് നന്ദിയെന്നാണ് ഗിൽഡ് വുമൺ ചാരിറ്റി പ്രതികരിച്ചത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ പകുതിയാക്കി കുറയ്ക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ നിയമമാറ്റം. ബ്രിസ്റ്റോളിലെ സെന്റ് തോമസ് സിറോ മലബാർ കാത്തോലിക്ക ദേവാലയത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും മാർത്തോമാ സ്ലീഹയുടെയും തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. റവറന്റ് ഡോക്ടർ ക്രിസ്റ്റോ നെരിയമ്പറമ്പിൽ മുഖ്യ കാർമ്മികനായി തിരുനാൾ ആഘോഷത്തിന് കൊടിയേറി. ഡീക്കൺ ജോസഫ് ഫിലിപ്പ്, ട്രസ്റ്റിമാരായ മാത്യു ചിറയത്ത്, ജോമോൻ സെബാസ്റ്റ്യൻ, മാനുവൽ മാത്യു, സെന്റ് കുര്യാക്കോസ് എന്നിവരും ടോമി തോമസ്, ഷാജി തോമസ്, ഷൈനി ആൽജോ, മെൽവിൻ തോമസ് കപ്പിലുമാക്കിൽ, മറിയ ജോമി ജോൺ, ഏഞ്ചൽ ഷാജി, ജാസ്മിൻ ജോളി, കോളിൻ വി ജേക്കബ്, ഫെലിക്സ് ടോം സെബാസ്റ്റ്യൻ, ജോയൽ വന്ധ്യനാഥ്, ബിനു കടങ്കുഴിയിൽ, ഷെൽട്ടൺ മാത്യു, ജോമോൻ ദേവസ്യ പെരുമാപ്പറമ്പിൽ എന്നീ പ്രസുദേന്തിമാരും ചടങ്ങിന്റെ ഭാഗമായി. എല്ലാ ദിവസവും ആരാധന, ജപമാല, കുംഭസാരം, വിശുദ്ധ കുർബാന, നൊവേന എന്നിവ നടക്കും. ജൂലൈ 5 ഞായറാഴ്ചയാണ് പ്രധാന തിരുനാൾ ദിനം. രാവിലെ വിശുദ്ധ കുർബാനയും നൊവേനയും, ഉച്ചയ്ക്ക് തിരുനാൾ പ്രദക്ഷിണവും തുടർന്ന് സ്നേഹവിരുന്നും നടക്കും. ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ എഡ്ഡ കാർണിവൽ സംഘടിപ്പിക്കും. ഭക്ഷണ സ്റ്റാളുകൾ, കലാവിനോദ പരിപാടികൾ, കുട്ടികൾക്കും കുടുംബങ്ങൾക്കുമായി വിവിധ ഗെയിമുകൾ എന്നിങ്ങനെയും ഒരുക്കിയിട്ടുണ്ട്. കാരുണ്യവും താതനാം ദൈവത്തിൻ സംപ്രീതിയും പരിശുദ്ധാത്മാവിൻ സഹവാസവും നമ്മിലുണ്ടാകണം എന്നുമെന്നും നമ്മിലുണ്ടാകണം.
യൂറോപ്പ് മലയാളി ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.